ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഗോബി മഞ്ചൂരിയൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ? കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലേ? പക്ഷെ എന്നും നമുക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുക എന്നുള്ളത് പോസിബിൾ ആണോ? അല്ലല്ലോ. അപ്പോൾ നമുക്ക് അതേ ടേസ്റ്റോടും രുചിയോടും കൂടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുത്താലോ? നമുക്ക് നല്ല രുചിയോടും ടേസ്റ്റോടും എന്നും നമുക്ക് കഴിക്കുകയും ചെയ്യാം അല്ലേ? അപ്പോൾ അതേ ടേസ്റ്റോടും രുചിയോടും കൂടി തന്നെ നമുക്ക് ദാ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന നല്ല അടിപൊളി ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ദാ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഞാൻ വേറൊരു വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിമാവ്, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ ഉപ്പ്, അതിനോടൊപ്പം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം ഇതിലുള്ള വെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മതി കേട്ടോ. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്ത് നമുക്ക് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ കോളിഫ്ലവർ ഓരോന്നായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ആദ്യത്തേത് ഇട്ട് കൊടുത്തു. ഇതാ നല്ലോണം അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ളതും അതേപോലെ ഇട്ട് കൊടുത്ത് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പം ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും അതിനോടൊപ്പം 2 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതും ഇട്ട് ഒരു 3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. അതും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് നമ്മുടെ സവാളയും ക്യാപ്സിക്കവും എല്ലാം നല്ലോണം ഒന്ന് വാടി കിട്ടണം കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലോണം ഒന്ന് വാടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഉപ്പ് ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊരു 1 മിനിറ്റ് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ദാ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. മുൻപോട്ട് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ ദാ നമ്മുടെ സോസുകളെല്ലാം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ കോൺഫ്ലവർ ആഡ് ചെയ്യുക. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കട്ടകളില്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ കറിയിലോട്ട് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറിയിലോട്ട് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാകാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കോളിഫ്ലവർ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കോളിഫ്ലവറും കൂടെ ആഡ് ചെയ്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അപ്പോൾ ദാ നമ്മുടെ കറിയൊക്കെ കണ്ടോ, നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്ത് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണേ. അപ്പോൾ ഈ സമയം നമ്മുടെ എല്ലാം കൂടെ മിക്സ് ആവുന്ന സമയത്തിന് നമ്മുടെ കോളിഫ്ലവറൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഈ ഫ്രൈ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേരൊക്കെ ആണെങ്കിൽ വെറുതെ കഴിക്കാൻ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സിമ്പിളാണ്. കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടെങ്കിലും വളരെ എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിൽ ഹോട്ടൽ രുചിയിലുള്ള നമ്മുടെ കോളിഫ്ലവർ
ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.